നമ്മുടെ വിൻസർ EV വാങ്ങിച്ചിട്ട് 1.5 കൊല്ലത്തിനിടയിൽ ആദ്യമായിട്ടാണ് ഒരു ഇലക്ട്രിക് കാർ കണ്ടിട്ട് ഇത് കൊള്ളാം, വളരെ ടെംപ്റ്റിംഗ് ആണ്, ഇപ്പോൾ വാങ്ങാനായിരുന്നെങ്കിൽ ഇത് കൺസിഡർ ചെയ്യാമായിരുന്നു എന്ന് തോന്നിയത്. അത് നമ്മുടെ കിയ പുതിയതായിട്ട് അനൗൺസ് ചെയ്ത അവരുടെ സിറോസ് EV ആണ്. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് നദീം ലത്തീഫ്. കുറച്ച് പേർക്കെങ്കിലും എന്നെ അറിയായിരിക്കും. ഞാൻ 4 വർഷത്തോളമായിട്ട് EV കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യുന്ന ഒരാളാണ്, ഒരു EV യൂസറാണ്. 1.5 വർഷമായിട്ട് നമ്മുടെ MG വിൻസർ EV യൂസ് ചെയ്ത് വരുന്നുണ്ട്. ഈ 1.5 വർഷത്തിനിടയിൽ ഒരുപാട് വാഹനങ്ങൾ നമ്മുടെ മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുണ്ട്. ടാറ്റയുടെ ഈ പറയുന്ന പോലെ ടിയാഗോ ഫേസ് ലിഫ്റ്റഡ് ആയിട്ടാണെങ്കിലും, നെക്സോൺ ഫേസ് ലിഫ്റ്റഡ്, പഞ്ച്, സിയേറ, അതുപോലെ തന്നെ വിൻഫാസ്റ്റ്, മാരുതി, B6 മഹീന്ദ്രയുടെ, അതുപോലെ തന്നെ XUV ഒരുപാട് വാഹനങ്ങൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും പല വാഹനങ്ങളും നമ്മൾ ഉപയോഗിച്ച് നമുക്ക് നല്ലതാണെന്ന് തോന്നിയിട്ടുണ്ട്. എങ്കിൽ പോലും ആദ്യമായിട്ടാണ് ഒരു വാഹനം കണ്ടിട്ട് ഷെടാ ഇപ്പോഴാണെങ്കിൽ ഇത് എടുത്താൽ മതിയായിരുന്നു എന്നൊരു തോന്നിയത്. അത് നമ്മുടെ കിയയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിറോസ് EV ആണ്. അതിന് ഏറ്റവും വലിയ 2 കാരണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് പ്രൈസിങ്ങും, ഒന്ന് അവർ ലൈഫ് ടൈം ബാറ്ററി വാറണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതാണ്. കിയ പോലെ ഒരു ഗ്ലോബലി പ്രൂവൺ ആയിട്ടുള്ള, ഹ്യുണ്ടായുടെ സബ്സിഡിയറി ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്, ഗ്ലോബലി പ്രൂവൺ ആയിട്ടുള്ള ഫോറിൻ ബ്രാൻഡ് ഇന്ത്യൻ മാർക്കറ്റിൽ അവരുടെ വണ്ടിക്ക് ബാറ്ററിക്ക് ലൈഫ് ടൈം ബാറ്ററി വാറണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നു. കാരണം ഇന്ത്യയിലെ മാർക്കറ്റ് അത്രത്തോളം കോമ്പറ്റേറ്റീവ് ആണ്. അതിന് ക്രെഡിറ്റ് കൊടുക്കേണ്ടത് നമ്മുടെ MGക്ക് തന്നെയാണ്. വിൻസർ ഇറക്കി, ലൈഫ് ടൈം ബാറ്ററി വാറണ്ടി ഇറക്കി, ഉടനെ ബാക്കി കോമ്പറ്റീറ്റേഴ്സിനെ ഫോഴ്സ് ചെയ്തു. നമ്മുടെ ടാറ്റ ലൈഫ് ടൈം ബാറ്ററി വാറണ്ടി ആക്കി, മഹീന്ദ്ര ലൈഫ് ടൈം ബാറ്ററി വാറണ്ടി ആക്കി, ഇപ്പോൾ നമ്മുടെ കിയയും അതിനകത്തേക്ക് വന്നിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ കിയ സിറോസ് ഓഗസ്റ്റിൽ വരും എന്ന് നമുക്കറിയായിരുന്നു. ബട്ട് സ്റ്റിൽ ഞാൻ ഈ ഒരു വിലയൊന്നുമല്ല പ്രതീക്ഷിച്ചിരുന്നത്. എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് അത്യാവശ്യം ഓവർ പ്രൈസ്ഡ് ആയിട്ടൊരു സ്റ്റാർട്ടിങ് തന്നെ ഒരു 17-18 ലാക്സാണ് ഞാൻ ഒരു വാഹനത്തിന് എക്സ്പെക്ട് ചെയ്തിരുന്നത് സത്യം പറഞ്ഞാൽ. പക്ഷേ ഇന്നലെ ലോഞ്ച് കഴിഞ്ഞോ എന്ന് എനിക്കറിയില്ല, ഫുൾ ഡീറ്റെയിൽസ് പുറത്തു വന്നിട്ടുണ്ട്. വാഹനത്തിൻ്റെ പ്രൈസ് റിവീൽ ആയി കഴിഞ്ഞപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞാൻ ഞെട്ടി. കാരണം ഞാൻ പ്രതീക്ഷിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് 13.5 ലക്ഷം രൂപയ്ക്കാണ് എക്സ്ഷോറൂം പ്രൈസ് അവർ ആ വണ്ടി ലോഞ്ച് ചെയ്തത്, അതിൻ്റെ ബേസ് മോഡൽ വിത്ത് ലൈഫ് ടൈം ബാറ്ററി വാറണ്ടി. അപ്പോൾ ഓൺ റോഡ് വില നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 14.25, ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടൊരു 14.25 അല്ലെങ്കിൽ മാക്സിമം 15 ലക്ഷം വിലയ്ക്ക് നമുക്ക് അതിൻ്റെ ബേസ് മോഡൽ കിട്ടും. അപ്പോൾ പലരും ചോദിക്കും ബേസ് മോഡലല്ല, അതിന് കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല എന്നുള്ളത്. നിങ്ങൾ അതിൻ്റെ ബ്രോഷർ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കുക. ഒരു ഇലക്ട്രിക് കാർ എന്നുള്ള രീതിയിലാണെങ്കിലും ഒരു കാർ എന്നുള്ള രീതിയിലാണെങ്കിലും ആ ഒരു വിലക്ക്, എസ്പെഷ്യലി EV ആണ്, 15 ലക്ഷം രൂപയ്ക്ക് ഒരു ബേസ് മോഡൽ എന്നുള്ള രീതിയിൽ ഒരുപാട് ഫീച്ചേഴ്സ് അതിനകത്ത് വരുന്നുണ്ട്. ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത് അതിനകത്ത് റിയർ വ്യൂ ക്യാമറ ഇല്ല എന്നുള്ളതാണ്. പിന്നെ ക്രൂയിസ് കൺട്രോൾ ഇല്ല. അതെല്ലാം ബേസ് മോഡലിന് അടുത്തൊരു മോഡലിൽ വരാം. അപ്പോൾ ഒരു 1.5 ലക്ഷം രൂപയുടെ എക്സ്ഷോറൂം പ്രൈസിൽ ഡിഫറൻസ് വരും. ബട്ട് എന്നെ ഇമ്പ്രസ് ചെയ്തത് ആ ബേസ് മോഡലിൻ്റെ പ്രൈസിങ് കാര്യങ്ങളാണ്. ബേസ് മോഡലിനടക്കം ലൈഫ് ടൈം ബാറ്ററി വാറണ്ടി വരുന്നുണ്ട്. ഓൺ റോഡ് 15 ലക്ഷം രൂപ. ഞാൻ വിളിച്ചന്വേഷിച്ചപ്പോൾ പറഞ്ഞത് വേറെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് കാര്യങ്ങളൊന്നുമില്ല, എല്ലാ ബാറ്ററി പാക്കിനും കിട്ടും. പിന്നെ NMC കെമിസ്ട്രിയാണ്, അത് എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. ഹ്യുണ്ടയും കിയയും സ്ഥിരം വണ്ടികൾ ഇറക്കുന്ന NMC കെമിസ്ട്രിയിലാണ്. പക്ഷേ 15 വർഷം വാറണ്ടി കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഈ NMC ആണോ LFP ആണോ എന്നുള്ളതിന് വലിയ പ്രസക്തി ഉണ്ട് എന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടൊന്നുമില്ല. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് വളരെ ഇമ്പ്രസീവായിട്ട് എനിക്ക് തോന്നിയത്, പ്രൈസിങ്ങും അതുപോലെ തന്നെ നമ്മുടെ ലൈഫ് ടൈം ബാറ്ററി വാറണ്ടി. പിന്നെ ഒബ്വിയസ്ലി ഇതിൽ എനിക്ക് ഇമ്പ്രസീവായിട്ട് തോന്നാനുള്ള ഫാക്ടറിയിൽ ഒരെണ്ണം ഈ ബ്രാൻഡ് തന്നെയാണ്. കിയ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് നിങ്ങൾക്കറിയാം, ഗ്ലോബൽ ബ്രാൻഡാണ്. EV സെക്ടറിൽ ഗ്ലോബലി പ്രൂവൺ ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് കിയയും അവരുടെ പാരൻ്റ് ആയിട്ടുള്ള ഹ്യുണ്ടയും. അതുകൊണ്ട് തന്നെ റിലയബിൾ ആയിട്ടുള്ള വണ്ടികൾ തന്നെ ആയിരിക്കും അവർ ഇറക്കുന്നത്. ഇപ്പോൾ കാരൻസ് ക്ലാവിസ് യൂസ് ചെയ്യുന്ന യൂസേഴ്സിനെയൊക്കെ എനിക്ക് പലരെ അറിയാം. അങ്ങനെ വലിയ കാര്യമായിട്ട് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലൊരു ഇഷ്യൂ ഒന്നുമില്ല, അവരെല്ലാവരും ഹാപ്പിയാണ്. അപ്പോൾ ആ ഒരു ബ്രാൻഡ് വാല്യൂവും ഇതിലൊരു ഫാക്ടർ തന്നെയാണ്. അപ്പോൾ 15 ലക്ഷം രൂപയാണ് നിങ്ങളുടെ സ്ട്രിക്റ്റ് ബഡ്ജറ്റ്, അല്ലെങ്കിൽ 15 ലക്ഷത്തിൽ താഴെയാണെങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന, ഫോർ മീ ദി മോസ്റ്റ് റിലയബിൾ ഇലക്ട്രിക് കാർ വിൽ ബി കിയ സിറോസ് EV. ആ റിലയബിലിറ്റി എന്ന് പറയുന്ന, അല്ലെങ്കിൽ റിലയബിൾ എന്ന് പറയുന്ന വാക്കിന് അത്രയും പ്രസക്തി ഞാൻ കൊടുക്കുന്നുണ്ട്. കാരണം 15 ലക്ഷത്തിൽ താഴെ ഒരു വാഹനം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ആകെയുള്ള ഓപ്ഷൻസ് കൊമറ്റ്, ടിയാഗോ, പഞ്ച്. പിന്നെ 15 മേലേക്കാണ് XUV 3X ഒക്കെ വരുന്നത്. ഇതിൽ തന്നെ എല്ലാവരും ഇപ്പോൾ വളരെ ഇമ്പ്രസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ പഞ്ചാണ്. പഞ്ച് നല്ല വാല്യൂ ഫോർ മണി ആയിട്ടുള്ളൊരു വണ്ടിയാണ്, നല്ലൊരു വാഹനം തന്നെയാണെന്ന് പറയാം. ബട്ട് സ്റ്റിൽ ആസ് എൻ EV കോണ്ടന്റ് ക്രിയേറ്റർ ആൻഡ് യൂസർ, ഞാൻ പേഴ്സണലി ആർക്കും ടാറ്റ വാഹനങ്ങൾ, ഇലക്ട്രിക് വാഹനങ്ങൾ റെക്കമെൻഡ് ചെയ്യാറില്ല. ഞാനും ടാറ്റയുടെ ടിയാഗോ ആദ്യമൊക്കെ എടുക്കാനിരുന്ന ഒരാളാണ്. ലക്കിലി ഞാനത് എടുത്തില്ല ആ സമയത്ത്. കാരണം നമ്മൾ ഇതുപോലെ ഒരുപാട് ഗ്രൂപ്പുകളിലൊക്കെ ഇൻട്രാക്ട് ചെയ്ത് വന്നപ്പോഴത്തേക്കും കംപ്ലൈൻറ്റുകൾ, സർവീസ് റിലേറ്റഡ് ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മളന്ന് കേട്ടപ്പോൾ നമ്മളത് ഡ്രോപ്പ് ഔട്ട് ചെയ്തൊരു പ്ലാനായിരുന്നു.
ബട്ട് സ്റ്റിൽ ടാറ്റ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തു, മുമ്പത്തെ കാലമൊക്കെ മെച്ചപ്പെട്ടിട്ടുണ്ട്. മുമ്പത്തെ അത്രയും കംപ്ലൈൻ്റ് ഒന്നും വരുന്നില്ല, ബാറ്ററി കംപ്ലൈൻ്റ് ഒക്കെ ആണ്. എങ്കിൽ പോലും ഇന്ത്യയിലുള്ള ഇലക്ട്രിക് 4-വീലർ ബ്രാൻഡുകളിൽ ഞാൻ ഏറ്റവും ബോട്ടത്തിൽ റേറ്റ് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് ടാറ്റ, ബിക്കോസ് ഓഫ് റിലയബിലിറ്റി. കാരണം മറ്റ് വാഹനങ്ങൾക്ക്, എല്ലാ ബ്രാൻഡുകളുടെ വാഹനങ്ങൾക്കും കംപ്ലൈൻറ്റുകൾ, കാര്യങ്ങൾ, പോരായ്മകൾ വരാറുണ്ടെങ്കിലും ടാറ്റയിൽ ഞാൻ കണ്ടിട്ടുള്ളത് വരുന്ന ഇഷ്യൂസ് കുറച്ച് ക്രിട്ടിക്കൽ അലേർട്ട് കാര്യങ്ങൾ, ബാറ്ററി ഇഷ്യൂസ് ഇപ്പോൾ കുറവാണ് എങ്കിൽ പോലും കമ്പയർഡ് ടു അതർ ബ്രാൻഡ്സ് ഇൻ പ്രൊപ്പോർഷൻ, എത്ര വണ്ടി ഇറങ്ങുന്നു എന്നുള്ളതിനനുസരിച്ച് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് നോക്കുമ്പോഴും കംപ്ലയിൻസ് കൂടുതലാണ്. സോ ഇൻ ടേംസ് ഓഫ് റിലയബിലിറ്റി ഞാൻ ടാറ്റ റെക്കമെൻഡ് ചെയ്യാറില്ല. പിന്നെ 15 ലക്ഷമാണ് നിങ്ങളുടെ ബഡ്ജറ്റ് എങ്കിൽ നിങ്ങൾക്ക് പഞ്ചൊക്കെ കൺസിഡർ ചെയ്യാൻ വേറെ ഓപ്ഷൻ ഇല്ല എന്നുള്ളത് ഞാൻ പറയാറുണ്ടായിരുന്നു. ബട്ട് ഇപ്പോഴാണെങ്കിൽ എൻ്റെ ബഡ്ജറ്റും 15 ലക്ഷമാണ്, ഞാൻ കിയ സിറോസ് EVയെ കൺസിഡർ ചെയ്യുള്ളൂ. പ്രധാന റീസൺ അത് ആ ബ്രാൻഡും അതുപോലെ തന്നെ അവരുടെ റിലയബിലിറ്റിയും ഈ പ്രൈസിങ്ങും ലൈഫ് ടൈം ബാറ്ററി വാറൻറ്റിയൊക്കെയാണ്. ടാറ്റ ഒരു മോശം ബ്രാൻഡ് ആണെന്നല്ല ഞാൻ പറയുന്നത്. ഇറ്റ്സ് മൈ പേഴ്സണൽ ഒപ്പീനിയൻ ബേസ്ഡ് ഓൺ 1000 അല്ലെങ്കിൽ 10,000 അല്ലെങ്കിൽ അതിനു മേലേക്കുള്ള ഒരുപാട് കസ്റ്റമേഴ്സ്, സബ്സ്ക്രൈബേഴ്സ്, ഇവരുടെയൊക്കെ ഫീഡ്ബാക്കിൻ്റെയൊക്കെ ബേസിസിലാണ് സത്യം പറഞ്ഞാൽ ഞാനൊരു കൺക്ലൂഷനിലേക്ക് എത്തിയത്. അപ്പോൾ ഇപ്പം നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ഒരു 15 lakhs ആണ് എൻ്റെ ബഡ്ജറ്റ്, എനിക്ക് പറ്റിയൊരു വാഹനം എടുക്കണം എന്ന് പറയുകയാണെങ്കിൽ ഗോ ഫോർ കിയ സിറോസ് EV. വണ്ടി ടെസ്റ്റ് ഡ്രൈവ് പോലും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, നമ്മൾ ഓടിച്ച് നോക്കിയിട്ടൊന്നുമില്ല. ബട്ട് സ്റ്റിൽ ഞാൻ പറയും, ഇറ്റ് വിൽ ബി ഫാർ മോർ റിലയബിൾ ദാൻ ടാറ്റ EVs ഓൺ റോഡ്. നമ്മൾ ഈ പറയുന്ന പോലെ വണ്ടി എടുത്ത് മരുഭൂമിയിൽ ഓടിച്ചു, മല കയറി, തീയിലൂടെ ഓടിച്ചു, വെള്ളത്തിലൂടെ ഓടിച്ചു, ഇതുകൊണ്ട് കാര്യമില്ല. നമ്മുടെ നാട്ടിൽ റോഡിൽ ലോങ് ടേം ആയിട്ട് വലിയ കംപ്ലൈൻ്റ് ഒന്നും ഇല്ലാതെ ഓടണം എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഓഫ്കോഴ്സ് കിയ സിറോസ് EV ഞാൻ റെക്കമെൻഡ് ചെയ്യും, ഈവൻ വിത്തൗട്ട് ഒരു ടെസ്റ്റ് ഡ്രൈവ് പോലും ചെയ്തിട്ടില്ലാതെ തന്നെ. കാരണം അതെനിക്ക് പറയാൻ സാധിക്കും, ഇപ്പോൾ ഉള്ള 15 lakh ബഡ്ജറ്റിൽ വരുന്ന ഓപ്ഷൻസിനേക്കാളും ഫാർ ബെറ്റർ ആയിരിക്കും എന്തുകൊണ്ടും. കിയ സിറോസ് EVയുടെ ബ്രോഷർ കാര്യങ്ങളെല്ലാം അവരുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അതിനകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. റേഞ്ച് പലരും ചോദിക്കുന്നുണ്ടായിരുന്നു, ഞാൻ പറയാൻ വിട്ടുപോയി. റേഞ്ച് ഏകദേശം 2 ബാറ്ററി പാക്സ് ആണ് വരുന്നത്, ഒരു 42 കിലോവാട്ടും ഒരു 50-something കിലോവാട്ടും. ഓഫ് കോഴ്സ് ബേസ് മോഡലിൽ 42 കിലോവാട്ട് ആയിരിക്കും വരുന്നത്. അതിലൊരു 460 കിലോമീറ്ററോളം റേഞ്ച് അവർ പറയുന്നുണ്ട്. റിയൽ ലൈഫ് നമ്മൾക്കൊരു 350 പ്ലസ് കിട്ടേണ്ടതാണ്. ഇതുവരെ കാരൻസ് ക്ലാവിസ് EV ഒക്കെ യൂസ് ചെയ്യുന്ന പലരും 490 ഒക്കെ പറഞ്ഞിട്ട് 400 പ്ലസ് കിട്ടുന്നു എന്ന് പറയുന്നത്. പിന്നെ അത് NMC കെമിസ്ട്രിയാണ്, എനർജി ഡെൻസിറ്റി കൂടുതലാണ്, വെയിറ്റ് കുറവാണ്. അതുകൊണ്ട് തന്നെ ഏറെക്കുറെ ഒരു 350 പ്ലസ് ഒക്കെ നമുക്ക് റേഞ്ച് ഈ വാഹനത്തിൽ കിട്ടേണ്ടതാണ്. പിന്നെ ഇതിൻ്റെ ബേസ് മോഡൽ തൊട്ട് അങ്ങോട്ടുള്ളതിനെ കുറിച്ചിട്ട് ഞാൻ ഒരുപാടൊന്നും സംസാരിക്കുന്നില്ല. കാരണം അപ്പോഴത്തേക്കും ബഡ്ജറ്റ് ഇങ്ങനെ മാറി. നമുക്ക് 13.5 കഴിഞ്ഞാൽ പിന്നെ വരുന്നത് 15 ലക്ഷമാണ്. പിന്നെ അങ്ങനെ 20 ലക്ഷം വരെ എക്സ്ഷോറൂം പ്രൈസിലേക്ക് വരുന്നുണ്ട്. ആ പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഒരുപാട് വണ്ടികളുണ്ട്. വിൻസർ ആണെങ്കിലും വിൻസർ പ്രോ, വിൻഫാസ്റ്റ്, VF6, മാരുതി BE6, ക്രെറ്റ, അങ്ങനെ ഒരുപാട് വാഹനങ്ങളുണ്ട്. പക്ഷെ ഞാൻ സംസാരിച്ചത് മെയിനായിട്ട് ബേസ് മോഡലിനെ കുറിച്ചിട്ടാണ്. കാരണം വളരെ വാല്യൂ ഫോർ മണി ആയിട്ടും ഇത്രയും നല്ലൊരു റെപ്യൂട്ടഡ് ബ്രാൻഡിൻ്റെ കീഴിൽ നിന്ന് അത്യാവശ്യം നല്ല ഫീച്ചറുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ വിലക്ക് ലൈഫ് ടൈം ബാറ്ററി വാറൻറ്റി ആയിട്ട് വരുന്നത് കൊണ്ട് ഭയങ്കര ടെംപ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഞാൻ എൻ്റെ മുഖത്ത് നിന്ന് നിങ്ങൾ വായിച്ചെടുക്കുക, അത്രയും ഞാൻ എക്സൈറ്റഡ് ആണ്. അപ്പോൾ ഞാനിവിടെ ഇഞ്ചിയോൺ കിയയിൽ ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. എനിക്ക് എടുക്കാനൊന്നുമല്ല, എൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയാണ്. പലർക്കും 1-2 പേരൊക്കെ ഉണ്ട്. അതിൽ ഒരാൾ എസ്പെഷ്യലി ഇന്ത്യൻ ബ്രാൻഡ്സ് വേണ്ട, ടാറ്റ മഹീന്ദ്ര ഒന്നും വേണ്ട, ഫോറിൻ ബ്രാൻഡ്സ് മതി എന്ന് പറഞ്ഞിരിക്കുന്ന ആളാണ്. മോസ്റ്റ് പ്രോബബ്ലി നെക്സ്റ്റ് മന്ത് ഒക്കെ ആകുമ്പോഴത്തേക്ക് എടുക്കുമായിരിക്കും, അതിൽ ഉറപ്പൊന്നുമില്ല. ബട്ട് സ്റ്റിൽ ഐ ആം വെരി എക്സൈറ്റഡ്. പിന്നെ ആസ് ആൻ EV കോണ്ടന്റ് ക്രിയേറ്റർ ആൻഡ് യൂസർ നമ്മൾ നോക്കുകയാണെങ്കിൽ ദ ഫ്യൂച്ചർ ഈസ് ലുക്കിംഗ് ഗുഡ്. ഒരുപാട് ബ്രാൻഡുകൾ ലൈഫ് ടൈം ബാറ്ററി വാറൻറ്റി ഇറക്കി. ഇപ്പോൾ വില കുറഞ്ഞ് 15 ലക്ഷത്തിൽ നമുക്ക് ഓപ്ഷൻസ് വന്നു തുടങ്ങി, വണ്ടികളുടെ റേഞ്ച് കൂടി തുടങ്ങി, ഫീച്ചറുകളൊക്കെ കൂടിയിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റ് വീണ്ടും കോമ്പറ്റീറ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ബ്രാൻഡുകളെല്ലാവരും മെച്ചപ്പെട്ട്, ടാറ്റ അടക്കമുള്ളൊരു മഹീന്ദ്ര ആണെങ്കിലും MG ആണെങ്കിലും പോരായ്മകളൊക്കെ തിരുത്തി മെച്ചപ്പെട്ട് വില കുറച്ച് റേഞ്ച് കൂട്ടി പുതിയ വാഹനങ്ങൾ വരുമ്പോൾ മാർക്കറ്റ് കോമ്പറ്റേറ്റീവ് ആവും. സോ കസ്റ്റമേഴ്സിന് ചുരുങ്ങിയ വിലക്ക് കൂടുതൽ ഫീച്ചേഴ്സും കൂടുതൽ റേഞ്ചൊക്കെ ഉള്ള വാഹനങ്ങൾ വരുമ്പോൾ ഒരു റേഞ്ച് ആങ്സൈറ്റി കാര്യങ്ങൾ, ബാറ്ററി റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങൾ, ഈ ടെൻഷൻ കാര്യങ്ങളൊക്കെ മാറും. ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി നമ്മൾ കിയ സിറോസ് EV വന്നു കഴിയുമ്പോൾ എൻ്റെ ഒരു ടെസ്റ്റ് ഡ്രൈവ് റിവ്യൂ കാര്യങ്ങളൊക്കെ എന്തായാലും ചെയ്തിരിക്കും. കാരണം എനിക്ക് അത്ര ഇമ്പ്രസീവായിട്ട് തോന്നിയൊരു വണ്ടിയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ.